ഹലോ എവറി വൺ. ആകാശം എന്ന കഥയുടെ 60ാമത്തെ പാർട്ടിലേക്ക് കടക്കാം. അനുപമ വാതിൽക്കലേക്ക് വന്നതായിരുന്നു. താൻ നീലിമയ്ക്കൊപ്പം അമേരിക്കയിലേക്ക് പോവുകയാണെന്ന് പറയാനും അമ്മയോട് പോവാൻ വേണ്ടി യാത്ര ചോദിക്കാനുമായിരുന്നു അവൾ വന്നത്. എന്നാൽ വാതിൽക്കലെത്തിയ അവൾ കേട്ട വാർത്ത, എന്ത്, താൻ അമ്മയുടെ മകളല്ലെന്നോ, അമ്മ തന്നെ പ്രസവിച്ചിട്ടില്ലെന്നോ? അമ്മ എന്താണ് പറഞ്ഞത്? അവളുടെ കണ്ണിൽ ഇരുട്ട് കയറി. ഇത്ര കാലവും അച്ഛനില്ലാത്തവളായി വളർന്നു. അതിൻ്റെ വേദന ഓരോ നിമിഷത്തിലും അനുഭവിച്ചു കൊണ്ടാണ് ജീവിച്ചത്. ഇപ്പോൾ പിഴച്ചുണ്ടായവളാണെങ്കിലും തൻ്റെ അച്ഛനെന്ന് പറഞ്ഞ് ബാലചന്ദ്രൻ സാറിനെ കണ്ടപ്പോൾ വല്ലാത്തൊരു സന്തോഷമായിരുന്നു മനസ്സിനകത്ത്. തനിക്ക് ലോകത്തിനു മുൻപിൽ ചൂണ്ടിക്കാണിക്കാൻ ഒരച്ഛനുണ്ടല്ലോ എന്ന അഭിമാനമാണ് മനസ്സിൽ തോന്നിയത്. എത്രയൊക്കെ താൻ അദ്ദേഹത്തോട് ദേഷ്യത്തോടെ പെരുമാറിയിട്ടുണ്ടെങ്കിലും ആരുമറിയാതെ ഉള്ളിനുള്ളിൽ അദ്ദേഹത്തോട് ഒരിഷ്ടവും സ്നേഹവും തോന്നിയിരുന്നു. അച്ഛൻ എന്ന വ്യക്തിത്വം, ആ സ്നേഹപ്രകടനം, കരുതൽ എല്ലാം അയാൾ തന്നോട് കുറഞ്ഞ കണ്ടുമുട്ടലുകൾ കൊണ്ട് തന്നെ പങ്കുവച്ചിരുന്നു. തുറന്നു പറഞ്ഞില്ലെങ്കിലും താൻ അതെല്ലാം ആസ്വദിച്ചിരുന്നു. അയാൾ സ്നേഹിച്ചിരുന്നു. കിരൺ തനിക്ക് നഷ്ടമാകും എന്ന വേദന ഒഴിച്ചാൽ മറ്റെല്ലാം കൊണ്ടും താൻ സന്തോഷിച്ചിരുന്നു. അവൾ പതിയെ അമ്മയുടെ മുറിയിലേക്ക് കയറാതെ പിന്നോട്ട് മാറി. താൻ തീർത്തും ഒറ്റപ്പെട്ടു പോയിരിക്കുന്നതായി അവൾക്ക് തോന്നി. ഉണ്ടായിരുന്ന അമ്മ കൂടി തനിക്ക് നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ആലീസ്, എന്നെപ്പോലെ അവൾക്കും ആരുമില്ലായിരുന്നെന്ന് ഞാൻ എങ്ങനെ അവളോട് പറയും? കിരണിനോട് അവളെ വിവാഹം കഴിക്കാൻ ഞാൻ പറഞ്ഞോളാം. ബാലേട്ടനോടും അദ്ദേഹത്തിൻ്റെ കുഞ്ഞ് പണ്ടേ മരണപ്പെട്ടു പോയിരുന്നെന്ന് ഞാൻ തന്നെ പറഞ്ഞോളാം. പക്ഷേ അനുവിനോട് ഈ കാര്യം എനിക്ക് പറയാനാവില്ല. ആലീസ്, നീ അവൾക്ക് ഒരു ഫ്രണ്ടിനെ പോലെയല്ലേ? അവൾ നിന്നോട് എല്ലാ കാര്യങ്ങളും പറയാറില്ലേ? ഈ കാര്യം അവൾക്ക് വേദനിക്കാത്ത രീതിയിൽ നീ അവളോട് പറയില്ലേ? കനക വളരെയധികം പ്രതീക്ഷയോടെ ആലീസിനോട് ചോദിച്ചു. കനക, നിന്നെപ്പോലെ തന്നെ അവളോട് നേരിട്ട് കാര്യം പറയാൻ എനിക്കും ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ അവൾ ഇവിടം വിട്ട് പോണത് എനിക്ക് സഹിക്കാനാവില്ല. അതുകൊണ്ട് ഞാൻ തന്നെ പറഞ്ഞോളാം. എൻ്റെ അനുവിനോട് ഞാൻ തന്നെ പറഞ്ഞോളാം കനക. ആലീസ് സാരിയുടെ അറ്റമെടുത്ത് കണ്ണു തുടച്ച് കനകയുടെ അടുത്തു നിന്നും പുറത്തേക്ക് ഇറങ്ങിപ്പോയി. തൻ്റെ ബെഡ്റൂമിലെത്തിയ ശേഷവും അനുപമ തൻ്റെ വിധിയെക്കുറിച്ച് ഓർക്കുകയായിരുന്നു. അവൾ സങ്കടം സഹിക്കാനാവാതെ വിതുമ്പി കരഞ്ഞു. പെട്ടെന്നവൾ ടേബിളിൽ നിന്നും ഫോൺ എടുത്തു. നീലിമയുടെ നമ്പറിലേക്ക് വിളിച്ചു. അല്പസമയം ബെല്ലടിഞ്ഞപ്പോഴേക്കും നീലിമ ഫോൺ എടുത്തു കഴിഞ്ഞിരുന്നു. എന്താണോ, നിന്റെ വിസ അടിക്കാൻ കൊടുത്തിട്ടുണ്ട്. 2 ദിവസം കൊണ്ട് നീ വരാൻ തയ്യാറായിക്കോ? നീലിമ ഫോൺ എടുത്തതും അനുവിനോടായി പറഞ്ഞു. നീലിമ, എത്രയും പെട്ടെന്ന് വേണം. എനിക്കിനി ഇവിടെ നിൽക്കാൻ വയ്യ. പറഞ്ഞതും അനുപമ കോൾ കട്ട് ചെയ്തു. അവൾക്ക് എന്താണ് സംഭവിച്ചതെന്ന് നീലിമയ്ക്ക് മനസ്സിലായില്ല. മോനെ കിരൺ, ഇനിയും തനിക്ക് എന്താ ആലോചിക്കാനുള്ളത്? നീയും അനുവും എൻ്റെ രക്തമാണെന്ന് കരുതിയല്ലേ നിങ്ങളുടെ വിവാഹം വേണ്ടെന്ന് വെച്ചത്? എന്നാൽ എല്ലാ സംശയങ്ങളും നീങ്ങിയില്ലേ? ഇനിയും ഒന്നും ഓർത്ത് ടെൻഷൻ ആവണ്ട. ലക്ഷ്മിയുടെ വിവാഹത്തിൻ്റെ ദിവസം തന്നെ നിൻ്റെയും വിവാഹം നടത്തണം. ഇതെനിക്ക് ഭദ്രനോടും ഗായത്രിയോടും ഉള്ള വാശിയാണ്. ഇത്രയും വർഷം കൂടെ കഴിഞ്ഞിട്ടും അവളുടെ മനസ്സിനുള്ളിൽ എന്താണെന്ന് എനിക്ക് അറിയാൻ കഴിഞ്ഞില്ല. നീ ഇനിയും വേദനിക്കുന്നത് കാണാൻ എനിക്ക് വയ്യ മോനെ. എല്ലാം ഒരു നിമിത്തമാണ്. നീ ഉടനെ തന്നെ അനുവിനെ ചെന്ന് കാണണം. അവളോട് എല്ലാ സത്യവും തുറന്നു പറയണം. അനാഥയാണെന്നറിഞ്ഞാൽ അവൾക്ക് ഒരുപാട് സങ്കടം ഉണ്ടാവും. എങ്കിലും നിന്നെ സ്വന്തമാക്കാൻ കഴിയുമല്ലോ എന്നോർത്ത് അവൾ സമാധാനിക്കും. പപ്പ പറയുന്നത് സത്യമാണെന്ന് കിരണിനും തോന്നി. അവൻ നാളെ തന്നെ അനുപമയെ കാണാൻ പോവാൻ തീരുമാനിച്ചു. രാവിലെ ഉറക്കച്ചടവോടെയാണ് അനുപമ നീലിമയുടെ കോൾ അറ്റൻഡ് ചെയ്തത്. അനു, നിനക്കവിടെ നാട്ടിലെന്തോ പ്രോബ്ലം ഉണ്ടെന്ന് എനിക്ക് തോന്നിയല്ലോ നിൻ്റെ സംസാരത്തിൽ. എന്തോ ഒരു ടെൻഷൻ ഉള്ളതുപോലെ നീ ഇന്നലെ വിളിച്ചപ്പോൾ എനിക്ക് തോന്നി. അതുകൊണ്ട് എമർജൻസി ആയിട്ട് നിൻ്റെ പേപ്പേഴ്സ് എല്ലാം ഞാനും ബോസും കൂടി ശരിയാക്കിയിട്ടുണ്ട്. ഇന്ന് വൈകിട്ടത്തെ ഫ്ലൈറ്റിന് നീ അവിടുന്ന് കയറണം. നീലിമയുടെ വാക്കുകൾ കേട്ട അനുപമ കട്ടിലിൽ നിന്നും എഴുന്നേറ്റിരുന്നു. എന്ത്, ഇന്ന് വൈകിട്ടോ? അവൾ വിശ്വാസം വരാതെ ഒരിക്കൽ കൂടി ചോദിച്ചു. അതേടി, ഇന്ന് വൈകിട്ട് 6 മണിക്കാണ് അവിടുന്ന് ഫ്ലൈറ്റ്. നീ പെട്ടെന്ന് തന്നെ റെഡി ആയിക്കോളൂ. പെട്ടെന്ന് റെഡിയാക്കണമെന്ന് അവളോട് പറഞ്ഞെങ്കിലും ഇത്രയും പെട്ടെന്ന് അത് റെഡിയാവുമെന്ന് അവൾ കരുതിയിരുന്നില്ല. അവൾ മൂകതയോടെ തൻ്റെ റൂമിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. പോവണമെന്ന് മനസ്സിൽ തീരുമാനിച്ചുറച്ചതാണ്. പോവുമെന്ന് അമ്മയോടും ആൻറ്റിയോടും പറഞ്ഞതുമാണ്. എങ്കിലും അതിത്ര പെട്ടെന്നാവുമെന്ന് കരുതിയില്ല. അവൾ ബ്രഷ് ചെയ്ത ശേഷം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായി താഴേക്ക് ഇറങ്ങിച്ചെന്നു.
ആലീസും കനകയും ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അനു, താനെന്താ ഇന്ന് നേരത്തെ എണീറ്റത്? ആലീസ് അവളെ ആശ്ചര്യത്തോടെ നോക്കി. അവളൊന്നും പറയാതെ അവർക്കരികിലിരുന്നു. പ്ലേറ്റ് എടുത്ത് മുന്നിലേക്ക് നീക്കി വച്ചു. യാന്ത്രികമായിരുന്നു അവളുടെ ഓരോ പെരുമാറ്റവും ചലനങ്ങളും. ആലീസ് അവളുടെ പ്ലേറ്റിലേക്ക് ഇഡ്ഡലി വച്ചു കൊടുത്തു. അവൾ അതിൽ നിന്നും കുറേശ്ശെയായി കഴിക്കാൻ തുടങ്ങി. അമ്മ, ആൻറ്റി, ഞാനിന്ന് അമേരിക്കയ്ക്ക് പോവും. വൈകിട്ട് 6 മണിക്കാണ് എൻ്റെ ഫ്ലൈറ്റ്. ഉച്ചയ്ക്ക് 2 മണിക്ക് ടൗണിലേക്ക് ബസ്സുണ്ട്. അതിലെനിക്ക് പോകണം ആൻറ്റി. ടൗണിലെത്തിയ ഒരു ഓട്ടോ പിടിച്ച് എനിക്കങ്ങ് പോകാം. അവൾ കാണാതെ പഠിച്ചു വച്ചതുപോലെ ഓരോന്നായി അവരോട് പറഞ്ഞുകൊണ്ടിരുന്നു. കഴിക്കുന്ന ഭക്ഷണം തൊണ്ടയിൽ കുടുങ്ങിയതുപോലെയാണ് കനകയ്ക്ക് തോന്നിയത്. അവരൊന്ന് ചുമച്ചു. ആലീസ് വല്ലാത്ത വേദനയോടെ അനുപമയെ നോക്കി. പ്ലേറ്റിൽ കുഴച്ചു വച്ച ഭക്ഷണം കഴിക്കാനാവാതെ അനുപമ എഴുന്നേറ്റു. അവൾ ബേസിനിൽ ചെന്ന് കൈ കഴുകി വന്നു. വീണ്ടും അവൾ തിരികെ റൂമിലേക്ക് പോവാൻ തുടങ്ങിയതും ആലീസ് അവളെ തടഞ്ഞു നിർത്തി. അനു, നിൽക്ക്. എനിക്ക് നിന്നോട് വളരെ സീരിയസ് ആയ ഒരു കാര്യം പറയാനുണ്ട്. ഞാൻ ഇന്നലെ മുതൽ ഒരവസരം കിട്ടാൻ വേണ്ടി കാത്തിരിക്കുക. നിന്നോട് എങ്ങനെ ഇത് അവതരിപ്പിക്കണമെന്ന് എനിക്കറിയില്ല. എങ്കിലും പറയാതിരിക്കാൻ പറ്റില്ല മോളെ. അവർ അനുവിനെ അലിവോടെ നോക്കിക്കൊണ്ട് പറഞ്ഞു. പെട്ടെന്ന് അനുപമ ആലീസിനെ നോക്കി പുഞ്ചിരിച്ചു. വേണ്ട ആൻറ്റി, എനിക്കറിയാം. ആൻറ്റി ഇപ്പോൾ പറയാൻ പോകുന്ന കാര്യം അതെന്തായാലും അതെനിക്കറിയാം. ഇന്നലെ രാത്രി ഞാൻ അമ്മയുടെ മുറിയിലേക്ക് വരുമ്പോൾ നിങ്ങൾ രണ്ടാളും സംസാരിക്കുന്നതെല്ലാം ഞാൻ കേട്ടു. അനുപമയുടെ കണ്ണു നിറഞ്ഞു വന്നു. സംസാരിക്കുന്നതിനിടയിൽ അവളുടെ ചുണ്ടുകൾ വിതുമ്പി. ആൻറ്റി, ഇത്രയും കാലം ഞാൻ അച്ഛനില്ലാത്തവളായിരുന്നു. എന്നാൽ ഇന്നലെ രാത്രി മുതൽ ഞാൻ ആരും ഇല്ലാത്തവളായി മാറിയത് ഞാൻ അറിഞ്ഞ ആൻറ്റി. അവളുടെ വാക്കുകൾ കേട്ട കനകയും ആലീസും ഒന്നും പറയാനാവാതെ തരിച്ചു നിൽക്കുകയായിരുന്നു. ആകാശം കഥയുടെ ഈ ഭാഗം ഇവിടെ അവസാനിക്കുന്നു. അടുത്ത പാർട്ടുമായി ഞാൻ ഉടൻ തന്നെ വരാം.